ഹായ് ഗായ്സ്, നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കോർഫക്കാനിലേക്കാണ്. അങ്ങനെ നമ്മളൊരു മോർണിംഗ് 10:30 ആയപ്പോഴാണ് ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ടിങ് ഫ്രം ഷാർജ നമ്മൾ ഒരു 1 hour 15 minutes ആണ് എടുത്തത് കോർഫക്കാൻ എത്താൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ സെപ്റ്റംബർ മന്താണ്, ഭയങ്കര വെയിലുള്ള ടൈമായിരുന്നു. നെവർ ഫോർഗെറ്റ് യുവർ സൺസ്ക്രീൻ ആൻഡ് സൺഗ്ലാസസ്. ഇതൊരു മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ നമുക്ക് ഈ റോഡിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കോർഫക്കാൻ എത്തിക്കഴിഞ്ഞാലും എത്താനാവുമ്പോഴും ഫുൾ ഇങ്ങനത്തെ റോക്കി മൗണ്ടൻസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതും ഒരു 5 ടണൽ നമ്മൾ കോർഫക്കാൻ റോഡ് കടന്നിട്ടാണ് നമ്മൾ കറക്റ്റ് സ്ഥലത്തെത്തുന്നത്. അപ്പോൾ നമ്മൾ ഒരു 5 ടണൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിലെ ഫസ്റ്റ് ടണലാണ് അൽ റോക്ക് ടണൽ. ഇതൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ടണലാണ്. നമുക്ക് ബോർഡ് നോക്കിയാൽ കാണാം, ഈ ടണൽ ഫസ്റ്റത്തെ ടണൽ കഴിഞ്ഞ പാടെ തന്നെ നമ്മളെത്തുക ഷീസ് റെസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ്. അവിടെ നമുക്ക് കുറേ ഷോപ്സൊക്കെ കാണാൻ പറ്റും. ഇത് നല്ലൊരു വ്യൂ ആണ്. നമ്മൾ ഈ ടണലിൽ നിന്ന് ഈ ഇരുട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഈ ഫുൾ ചുറ്റുപാടും മൗണ്ടൻസ് തന്നെയാണ് ഉണ്ടാവുക. ഭയങ്കരമായിട്ടുള്ള റോക്കി മൗണ്ടൻസ് ആണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കുറേ ഷോപ്സ് കാണാൻ പറ്റും. നമ്മൾ ഈ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ ടോയ്സും അതേപോലെ ഫ്രൂട്ട്സ്, ഡേറ്റ്സ്, അങ്ങനത്തെ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്, അങ്ങനത്തെ എല്ലാം കിട്ടുന്ന കുറേ കടകളുണ്ട്. അതുകൂടാതെ റെസ്റ്റോറൻറ്റ്സും അവിടെ അവൈലബിൾ ആണ്. ഇവിടുന്ന് പിന്നെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വേറെ കുറേ ടണൽസ് ഉണ്ട്. അൽ ഗസീർ ടണൽ, അൽ മുത്താക്ക ടണൽ, അൽ സാഹ ടണൽ, പിന്നെ ലാസ്റ്റ് വരുന്നതാണ് അൽ സിയോൾ ടണൽ. അത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ കോർഫക്കാൻ സിറ്റിയുടെ വ്യൂ തുടങ്ങാം. ഒരു ചെറിയ സിറ്റിയാണ്, ബട്ട് നമ്മളുടെ ഈ ദുബായ് അങ്ങനത്തെ സ്ഥലങ്ങൾ പോലെ ഈ ഹൈ ആയിട്ടുള്ള ബിൽഡിങ്സ് ഒന്നുമില്ല, എല്ലാം ചെറിയ ചെറിയ ബിൽഡിങ്സ് തന്നെയാണ് അവിടെ ഉള്ളത്. പിന്നെ നമുക്ക് ഈ കോർഫക്കാനിലെ മെയിനായിട്ടുള്ളൊരു അട്രാക്ഷനാണ് കോർഫക്കാൻ വാട്ടർഫാൾസ്. ഇത് ആർട്ടിഫിഷ്യലായിട്ട് വരുന്ന വാട്ടർഫാൾസാണ്. ഭയങ്കര ഒരു സൂത്തിങ് എഫക്റ്റാണ് അതിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പം. നമ്മൾ ഈ പ്രാവശ്യം അടുത്തേക്ക് പോയിട്ടില്ല, നല്ല വെയിലുള്ള ടൈമായിരുന്നു. പിന്നെ വാട്ടർഫാളിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നത് ഒരു ബീച്ച് ഏരിയ ആണ്. അതിൻ്റെ ദൂരെ കാണുന്നത് കോർഫക്കാൻ പോർട്ടാണ്. ഈ മൗണ്ടൻസ് നമുക്ക് എപ്പോൾ കാണുമ്പോൾ ഒരു മിസ്റ്ററിയാണ് ഫീൽ ചെയ്യുക. എങ്ങനെയായിരിക്കും ഈ മൗണ്ടൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ളൊരു തോട്ട് വരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ChatGPT-നോട് ചോദിച്ചത്, ഹൗ ആർ ദീസ് മൗണ്ടൻസ് ഫോംഡ് ഇൻ കോർഫക്കാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം എങ്ങനെയാണിത് ഫോം ചെയ്തതെന്ന്. കുറേ ജിയോളജിക്കൽ പ്രോസസ്സൊക്കെയാണ് ഇതിൽ പറയുന്നത്. 70 to 90 million years ഓൾഡ് റോക്സ് ആണ് ഇതൊക്കെ. നമുക്ക് ഇതൊക്കെ കാണുമ്പോഴാണ് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നുന്നത്. ആക്ച്വലി ഇവിടെ നമുക്ക് മെയിനായിട്ട് കാണാനുള്ളത് മൗണ്ടൻസ് തന്നെയാണ്. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്കിവിടെ കുറേ മാർക്കറ്റ്സ് ഉണ്ട്. അതിലൊന്നാണ് ഈ ഫ്രൈഡേ മാർക്കറ്റ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പോയി, അവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ കടകളാണ്. ജ്യൂസിൻ്റെ ഷോപ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒതൻറ്റിക് ഫുഡിൻ്റെ കുറച്ച് ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ടായിരുന്നു. അവിടെ നിന്നൊരു തായ്ലൻഡിലെ ടെൻഡർ കോക്കനട്ട് ട്രൈ ചെയ്ത് നോക്കി, നല്ല റിഫ്രഷിങ് ആയിട്ട് തോന്നി. പിന്നെ നമുക്ക് സൈഡിൽ കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും സെൽ ചെയ്യുന്ന ഷോപ്പ് കീപ്പേഴ്സ് ഉണ്ട്. അതിൽ കുറേ ഷോപ്സ് ഉണ്ട്. നമ്മൾ നോക്കി എടുക്കണം, നല്ലത് നോക്കി എടുക്കണം. ഇവിടെ നമ്മൾ കുറച്ച് മാംഗോസാണ് വാങ്ങിയത്. ഇതൊരു അറൗണ്ട് ഒരു ടോട്ടൽ ഒരു 15 മാംഗോസ് ഉണ്ടായിരുന്നു. അത് മൊത്തത്തിൽ നമുക്കായത് 40 dirhams ആണ്. ഫ്രൂട്ട്സ് അല്ലാതെ അവിടെ കുറേ വെജിറ്റബിൾസ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഈ കട്ട് ഫ്രൂട്ട്സ് ആയിട്ടുള്ള മാംഗോ, ഡ്രാഗൺ ഫ്രൂട്ട്, കിവി, ഇതെല്ലാം അവൈലബിൾ ആയിരുന്നു. ഇത് ആക്ച്വലി നമുക്ക് ബാർഗെയിൻ ചെയ്താൽ നല്ല വിലക്കുറവിൽ കിട്ടും. നേരത്തെ കാണിച്ച ആ മാംഗോയ്ക്ക് ആക്ച്വലി അവർ 10 dirham ഒന്നിന് പറഞ്ഞത്. ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു നോക്കി, 2 തരുമോ 10 dirhamത്തിന്? ദേ സെഡ് ഓക്കെ, അത്രേ ഉള്ളൂ. ആൻഡ് അതിനുശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വരാൻ തുടങ്ങി. ആൻഡ് അഗെയിൻ ആ മൗണ്ടൻസിൻ്റെ വ്യൂസും ഈ നമ്മൾ വന്ന ടണൽസൊക്കെ നമ്മൾ തിരിച്ചു വന്നു. അതിൻ്റെ കൂടെ വേറൊരു ഡാം കൂടി ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഡാം. ഒരു ബ്ലൂ ഷെയ്ഡുള്ള വെള്ളമൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂ ആയിരുന്നു.
and have a good day. Bye.